മേഘക്കൂട്ടങ്ങൾക്കിടയിലൂടെ വിമാനം താഴ്ന്നു പറക്കുമ്പോൾ താഴെ പച്ചപ്പുകൊണ്ട് പുതച്ച കേരളം ഒരു ചിത്രരചന പോലെ തെളിഞ്ഞുവന്നു. തെങ്ങിൻതോപ്പുകളും പുഴകളും കണ്ടപ്പോൾ ഉണ്ണിയുടെ ഉള്ളിലൊരു കുളിർമഴ പെയ്തു. 3 വർഷത്തെ പ്രവാസജീവിതത്തിന് ശേഷമുള്ള മടക്കയാത്ര. മരുഭൂമിയുടെ ഉഷ്ണത്തിൽ നിന്നും എയർ കണ്ടീഷൻ ചെയ്ത മുറികളുടെ കൃത്രിമ തണുപ്പിൽ നിന്നും മാറി നാടിന്റെ ആർദ്രതയിലേക്കുള്ള മടക്കം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ അന്തരീക്ഷത്തിലെ ആ ഇളം ചൂടും ഈർപ്പവും അവനെ പൊതിഞ്ഞു. അതു വെറും വിയർപ്പിന്റെ ഗന്ധമായിരുന്നില്ല, മറിച്ച് മഴ നനഞ്ഞ മണ്ണിന്റെയും കാറ്റിന്റെയും ഗന്ധമായിരുന്നു. എമിഗ്രേഷൻ കഴിഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ കാത്തുനിൽക്കുന്ന 100 കണക്കിന് കണ്ണുകൾ. ആ കൂട്ടത്തിൽ തന്നെ കാത്തുനിൽക്കാൻ ആരുമില്ലെന്നറിയാമായിരുന്നിട്ടും വെറുതെ ഒന്ന് പരതി. ടാക്സിയിൽ വീട്ടിലേക്കുള്ള യാത്രയിലുടനീളം അവൻ പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണും നട്ടിരുന്നു. റോഡിനിരുവശവും പുതിയ വലിയ കെട്ടിടങ്ങൾ ഉയർന്നിരിക്കുന്നു. പണ്ട് കൂട്ടുകാരുമായി കറങ്ങി നടന്നിരുന്ന ചായക്കടകൾ പലതും അപ്രത്യക്ഷമായിരിക്കുന്നു. മാറ്റങ്ങൾക്കിടയിലും ചില പഴയ മരങ്ങളും വഴിവിളക്കുകളും അവനെ നോക്കി ചിരിക്കുന്നതുപോലെ തോന്നി. ഡ്രൈവറുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴും അവന്റെ മനസ്സ് വീടിന്റെ ഉമ്മരപ്പടിയിലായിരുന്നു. വീടിന്റെ ഗേറ്റ് തുറന്ന് കാർ മുറ്റത്തേക്ക് കയറുമ്പോൾ ഉണ്ണിയുടെ ഹൃദയമിടിപ്പ് കൂടി. ഉമ്മറത്തെ തൂണിൽ ചാരി നിൽക്കുന്ന ആ രൂപം, അമ്മ. വണ്ടി വരുന്ന ശബ്ദം കേട്ട് നേരത്തെ തന്നെ ഇറങ്ങി നിൽക്കുകയാണ്. വെയിലത്തുണങ്ങാനിട്ട തുണികൾ പോലെ കാത്തിരുന്നു മെലിഞ്ഞ രൂപം. കാറിൽ നിന്നിറങ്ങി ബാഗുകൾ എടുക്കുമ്പോൾ അമ്മയുടെ മുഖത്തെ ആ തിളക്കം, അത് മറ്റെവിടെ നിന്നും കിട്ടാത്തൊരു വെളിച്ചമായിരുന്നു. എന്താടാ ഉണ്ണി, ക്ഷീണിച്ചല്ലൂ? അമ്മയുടെ വിറയാർന്ന ശബ്ദത്തിലുള്ള ആ ആദ്യത്തെ ചോദ്യം. 3 വർഷത്തെ കാത്തിരിപ്പിന്റെ, പ്രാർത്ഥനകളുടെ, സ്നേഹത്തിന്റെ എല്ലാം ഭാരം ആ വാക്കുകളിലുണ്ടായിരുന്നു. ഉണ്ണി അമ്മയുടെ കൈകളിൽ പിടിച്ചു. ആ കൈകളിലെ ഓരോ ഞരമ്പും അവനോട് സംസാരിക്കുന്നതുപോലെ തോന്നി. ആദ്യത്തെ 2 ആഴ്ചകൾ ഒരു ഉത്സവം പോലെയായിരുന്നു. ഉണ്ണിയുടെ വരവറിഞ്ഞ് ബന്ധുക്കളും അയൽക്കാരും കൂട്ടുകാരും ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു. വീടിന്റെ ഉമ്മറത്ത് എപ്പോഴും സംസാരങ്ങളും ചിരികളും നിറഞ്ഞു നിന്നു. പക്ഷേ ആ ബഹളങ്ങൾക്കിടയിലും ഉണ്ണി ശ്രദ്ധിച്ചത് വീടിന്റെ മാറാത്ത മണമായിരുന്നു. രാവിലെ അടുക്കളയിൽ നിന്ന് വരുന്ന പുട്ടിന്റെയും കടലക്കറിയുടെയും മണം അവനെ പഴയ സ്കൂൾ കുട്ടിയാക്കി മാറ്റി. ജനൽക്കട്ടനിലൂടെ അരിച്ചെത്തുന്ന വെളിച്ചം മുഖത്തടിക്കുമ്പോൾ മോനെ, എഴുന്നേൽക്കുന്നില്ലേ എന്ന അമ്മയുടെ വിളി കേൾക്കാൻ അവൻ കൊതിച്ചു. സന്ദർശകർ വരുമ്പോഴെല്ലാം ഉണ്ണി ഒരേ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി മടുത്തു. ഗൾഫിലെങ്ങനെയുണ്ട്? ശമ്പളമൊക്കെ കിട്ടുന്നില്ലേ? എപ്പോഴാ തിരിച്ചുപോക്ക്? അവനൊരു യന്ത്രത്തെപ്പോലെ ചിരിച്ചുകൊണ്ട് തലയാട്ടി. എന്നാൽ അവന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ അടുക്കളവാതിലിലേക്ക് നീണ്ടുപോയി. അവിടെ വിയർപ്പിൽ കുളിച്ച് വരുന്നവർക്കെല്ലാം ചായയും പലഹാരങ്ങളും ഉണ്ടാക്കുന്ന അമ്മ പഴയതിലും മെലിഞ്ഞിരിക്കുന്നു എന്നവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. സാരിയുടെ തുമ്പുകൊണ്ട് മുഖത്തെ വിയർപ്പ് തുടയ്ക്കുമ്പോൾ കൈകൾ വിറയ്ക്കുന്നുണ്ട്. കാലുകളിൽ ചെറിയ നീരുമുണ്ട്. ഉണ്ണി അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴെല്ലാം അമ്മ അവനെ തടഞ്ഞു. നീ അങ്ങോട്ട് ചെല്ലു ഉണ്ണി, അവിടെ ആളുകൾ കാത്തിരിക്കുവല്ലേ. അമ്മയ്ക്ക് ക്ഷീണം വകവയ്ക്കാതെ മകന്റെ പ്രൗഢിയിൽ അഭിമാനിക്കൊള്ളാനായിരുന്നു ഇഷ്ടം. അച്ഛൻ ഉമ്മറത്തെ ചാരുകസേരയിൽ ശാന്തനായിരുന്നു. പണ്ട് വീട് മുഴുവൻ കേൾക്കാമായിരുന്ന അച്ഛന്റെ ഗാംഭീര്യമുള്ള ശബ്ദം ഇപ്പോൾ നേർത്തിരിക്കുന്നു. പത്രം വായനയ്ക്കിടയിൽ അച്ഛൻ ഇടയ്ക്ക് കണ്ണട ഊരി ഉണ്ണിയെ നോക്കും. ആ നോട്ടത്തിൽ 1000 വാക്കുകളുണ്ടായിരുന്നു. മകന്റെ സാമീപ്യം അച്ഛൻ ആസ്വദിക്കുന്നത് ആ മൗനത്തിലൂടെയാണ്. ഇടയ്ക്ക് ഉണ്ണി അച്ഛന്റെ അടുത്തിരിക്കുമ്പോൾ അവിടെ ചൂട് കൂടുതലാണോ എന്നോ, നാട്ടിലെ രാഷ്ട്രീയമാകെ മോശമാണ് എന്നോ പറഞ്ഞ് അച്ഛൻ സംഭാഷണം ചുരുക്കും. ഉള്ളിലെ സ്നേഹം പ്രകടിപ്പിക്കാനറിയാത്ത പഴയ തലമുറയിലെ തനി നാട്ടിൻപുറത്തുകാരൻ. രാത്രി വൈകി വിരുന്നുകാരെല്ലാം പോയിക്കഴിയുമ്പോൾ വീട് നിശബ്ദമാകും. അപ്പോൾ മാത്രം അമ്മ വന്നിരിക്കും. എല്ലാവരും വന്നല്ലോ, എനിക്ക് സന്തോഷമായി, അമ്മ പറയും. പക്ഷെ അമ്മയുടെ മുഖത്തെ ക്ഷീണം കാണുമ്പോൾ ഉണ്ണിയുടെ നെഞ്ചു പിടഞ്ഞു. താൻ വന്നതുകൊണ്ട് അമ്മയ്ക്ക് ജോലി കൂടിയതേയുള്ളൂ. അമ്മേ, നാളെ ആരും വരണ്ടെന്ന് പറയാം, അമ്മയൊന്ന് റെസ്റ്റ് എടുക്ക്, ഉണ്ണി പറയും. അതൊന്നും സാരമില്ല മോനെ, നീ വരുമ്പോഴല്ലേ ഇതൊക്കെയുള്ളൂ എന്നായിരിക്കും അമ്മയുടെ മറുപടി. തിരക്കുകൾക്കിടയിൽ താൻ ആരെയാണോ കാണാൻ വന്നത് അവരെ മാത്രം ശരിക്കും കാണാൻ കിട്ടുന്നില്ലെന്ന സത്യം ഉണ്ണി പതിയെ തിരിച്ചറിയുകയായിരുന്നു. ലീവ് പകുതി കഴിഞ്ഞിരിക്കുന്നു. കലണ്ടറിലെ ദിവസങ്ങൾ കൊഴിഞ്ഞു വീഴുന്നത് ഉണ്ണി ഭയത്തോടെ നോക്കി നിന്നു. ഒരു വൈകുന്നേരം വീട്ടിലെ തിരക്കുകളെല്ലാം ഒഴിഞ്ഞ നേരത്ത് ഉണ്ണി തന്റെ മുറിയിലെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മറയാൻ തുടങ്ങുന്നു. മുറ്റത്തെ മാവിൻ കൊമ്പിൽ ചേക്കേറാൻ വരുന്ന കിളികളുടെ കലബല ശബ്ദം മാത്രം. അവൻ മെല്ലെ വരാന്തയിലേക്ക് നടന്നു. അവിടെ ആരുമില്ല. അച്ഛൻ കവലയിലേക്ക് പോയിരിക്കുന്നു. വീട് വല്ലാത്തൊരു നിശബ്ദതയിലാണ്. പെട്ടെന്ന് അവനൊരു കാര്യമോർത്തു.
കഴിഞ്ഞ 2 ആഴ്ചയായി താൻ നാട്ടിലുണ്ട്, പക്ഷെ അമ്മയോട് മനസ്സ് തുറന്ന് 10 മിനിറ്റ് സംസാരിച്ചിട്ടേയില്ല. എപ്പോഴും ആളുകൾ, ഫോൺ കോളുകൾ, വിരുന്നുകൾ. ഇതിനിടയിൽ അമ്മ വെറും ഒരു സേവികയെപ്പോലെ ഓടി നടക്കുകയായിരുന്നു. അടുക്കളയിൽ പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേട്ട് അവൻ അങ്ങോട്ട് ചെന്നു. വാതിൽക്കൽ നിന്ന് അവൻ ആ കാഴ്ച കണ്ടു. പുകയടുപ്പിന്റെ ചൂടിൽ കരി പിടിച്ച ചുവറുകൾക്ക് നടുവിൽ അമ്മ നിൽക്കുന്നു. വിയർപ്പുകൊണ്ട് ബ്ലൗസ് നനഞ്ഞിരിക്കുന്നു. നരച്ച മുടിയിഴകൾ മുഖത്തേക്ക് വീഴുന്നുണ്ട്. ഓരോ തവണ കുനിയുമ്പോഴും അമ്മയുടെ നടുവിന് കൈ കൊടുക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. കാലം അമ്മയെ എത്രമാത്രം തളർത്തിയിരിക്കുന്നു. അമ്മേ, ഉണ്ണി പതിയെ വിളിച്ചു. അമ്മ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മുഖത്ത് പെട്ടെന്നൊരു ചിരി വിരിഞ്ഞു. എന്താ ഉണ്ണി, കാപ്പി വേണോ? ഞാൻ ദാ ഇപ്പം എടുക്കാം. അമ്മ ധൃതിയിൽ കൈ കഴുകാൻ തുടങ്ങി. എനിക്ക് കാപ്പിയൊന്നും വേണ്ട. ഉണ്ണി അകത്തേക്ക് കയറി അമ്മയുടെ കയ്യിൽ പിടിച്ചു. ആ കൈകൾ പരുക്കനായിരുന്നു, ചൂടുണ്ടായിരുന്നു. അമ്മേ, ഈ പണിയൊന്ന് നിർത്തിയിട്ട് വന്നേ, നമുക്കൊന്ന് പുറത്തു പോയാലോ? പുറത്തോ? എവിടെ? അമ്മ അത്ഭുതത്തോടെയും അല്പം പരിഭ്രമത്തോടെയും ചോദിച്ചു. എവിടെയെങ്കിലും. അമ്മ ഈ അടുക്കളയിൽ നിന്നൊന്ന് പുറത്തിറങ്ങൂ. എത്ര നാളായി നമ്മൾ ഒരുമിച്ച് എവിടെങ്കിലും പോയിട്ട്? അയ്യോ, ഇപ്പോഴോ? സന്ധ്യയാവാറായില്ലേ? പിന്നെ അടുക്കളയിൽ പാത്രം കഴുകാനുണ്ട്, അത്താഴത്തിന് കരി വെക്കണം. അമ്മ ഒഴിവുകഴിവുകൾ നിരത്തി. അമ്മയ്ക്ക് സ്വന്തം സന്തോഷത്തേക്കാൾ വലുത് വീട്ടിലെ കാര്യങ്ങളായിരുന്നു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കും. അമ്മ പോയി വേഗം ഒരുങ്ങിക്കേ. ആ നല്ല സെറ്റും മുണ്ടുമൊടുത്തു വാ. ഉണ്ണിയുടെ സ്വരത്തിൽ സ്നേഹനിർഭരമായ ഒരു ശാഠ്യമുണ്ടായിരുന്നു. നീ എന്താ ഈ പറയുന്നത് ഉണ്ണി? ഈ വയസ്സുകാലത്ത് ഞാൻ? വയസ്സോ? അമ്മയ്ക്കെന്തു വയസ്സ്? മിണ്ടാതെ പോയി ഒരുങ്ങാൻ നോക്ക്. ഉണ്ണി അമ്മയെ മെല്ലെ തള്ളിവിട്ടു. മുറിയിലേക്ക് പോകുമ്പോൾ അമ്മയുടെ മുഖത്ത് നാണവും സന്തോഷവും കൂടി കലർന്ന ഒരു ഭാവം അവൻ കണ്ടു. വർഷങ്ങളായി അടുക്കളയ്ക്കുള്ളിൽ ഒതുങ്ങിപ്പോയ ഒരു സ്ത്രീയുടെ ചെറിയൊരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിൽ തുറക്കുകയായിരുന്നു അവിടെ. കുറച്ചു സമയത്തിനു ശേഷം മുറിയിൽ നിന്നും പുറത്തിറങ്ങി വന്ന അമ്മയെ കണ്ട് ഉണ്ണിയൊന്ന് അമ്പരന്നു. പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ക്രീം നിറത്തിലുള്ള സെറ്റും മുണ്ടും, നെറ്റിയിൽ വലിയൊരു ചന്ദനക്കുറി, നരച്ച മുടി ഒതുക്കി ചീകി വെച്ചിരിക്കുന്നു. അമ്മയുടെ മുഖത്ത് പണ്ടെപ്പോഴോ കണ്ടിരുന്ന ആ പഴയ തിളക്കം തിരിച്ചു വന്നതുപോലെ. എന്താതാ ഉണ്ണി ഇങ്ങനെ നോക്കുന്നത്? കൊള്ളില്ലേ? അമ്മ നാണത്തോടെ ചോദിച്ചു. ആര് പറഞ്ഞു കൊള്ളില്ലെന്ന്? എന്റെ അമ്മ സുന്ദരിയായിട്ടുണ്ട്. ഉണ്ണി ചിരിച്ചു. ആ വാക്കുകൾ കേട്ട് അമ്മയുടെ മുഖം ചുവന്നു. ഉണ്ണിയുടെ ബൈക്കിന്റെ പിന്നിൽ കയറുമ്പോൾ അമ്മ വല്ലാതെ പേടിക്കുന്നുണ്ടായിരുന്നു. പതുക്കെ പോണേ ഉണ്ണി, എനിക്ക് തലകറങ്ങും. അമ്മ അവന്റെ തോളിൽ മുറിക്കെ പിടിച്ചു. വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ ഒരു ഇരുചക്രവാഹനത്തിൽ കയറുന്നത്. കാറ്റിൽ മുടിയിഴകൾ പറക്കുമ്പോൾ അമ്മ കണ്ണുകൾ ഇറുക്കി അളച്ചു. അവർ തൃശൂർ നഗരത്തിന്റെ തിരക്കുകളിലേക്ക് പ്രവേശിച്ചു. സ്വരാജ് റൗണ്ടിലെ വലിയ കെട്ടിടങ്ങളും തിരക്കിട്ട് പായുന്ന വാഹനങ്ങളും കണ്ട് അമ്മ അത്ഭുതപ്പെട്ടു. വടക്കുന്നാഥിന്റെ മുന്നിലെത്തിയപ്പോൾ അമ്മ കൈകൂപ്പി. ഇറങ്ങണോ അമ്മേ? ഉണ്ണി ചോദിച്ചു. വേണ്ടടാ, പുറത്തുനിന്ന് തൊഴുതാം, അമ്മ പറഞ്ഞു. ഉണ്ണി പൈക്ക് നേരെ വിട്ടത് ഒരു വലിയ തുണിക്കടയുടെ മുന്നിലേക്കാണ്. ഇവിടെ എന്തിനാ ഉണ്ണി? എനിക്ക് തുണിയൊന്നും വേണ്ട, അമ്മ എതിർത്തു. അതൊന്നും പറഞ്ഞാ പറ്റില്ല. അവൻ അമ്മയുടെ കൈ പിടിച്ച് അകത്തേക്കു കയറ്റി. നിറയെ സാരികൾ കണ്ട് അമ്മയുടെ കണ്ണുകൾ വിടർന്നെങ്കിലും വില വിവരങ്ങൾ കണ്ടപ്പോൾ ആ മുഖം മങ്ങി. അമ്മ എപ്പോഴും വില കുറഞ്ഞ കോട്ടൺ സാരികൾക്ക് നേരെയാണ് വിരൽ ചൂണ്ടിയത്. അമ്മേ, പൈസ നോക്കണ്ട, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എടുക്ക്, ഉണ്ണി നിർബന്ധിച്ചു. അവസാനം അവന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇളം നീല നിറത്തിലുള്ള ഒരു സാരി അമ്മ തെരഞ്ഞെടുത്തു. ഇതൊക്കെ എന്തിനാടാ? എനിക്കൊടുക്കാൻ എവിടെയാ നേരം എന്ന് പിറുപിറുത്തെങ്കിലും ആ മുഖത്തെ സന്തോഷം ഉണ്ണി കാണുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ ഒരു ജ്യൂസ് കടയിൽ കയറി. ഉണ്ണി 2 ഷാർജ ഷേക്ക് ഓർഡർ ചെയ്തു. തണുത്ത ഗ്ലാസ് കയ്യിൽ കിട്ടിയപ്പോൾ അമ്മ ഒന്ന് മടിച്ചു. ഇതൊക്കെ കുടിച്ചാൽ തൊണ്ട പിടിക്കില്ലേ? ആദ്യത്തെ ഒരിറക്കൻ കുടിച്ചപ്പോൾ അമ്മയുടെ മുഖത്ത് കുട്ടികളുടെ കൗതുകം തെളിഞ്ഞു. പകുതി കുടിച്ച ശേഷം എനിക്ക് വയ്യ, വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞ് അത് ഉണ്ണിക്ക് നീട്ടി. നീ കുടിക്കുമോനെ? അമ്മ ബാക്കി വെച്ചത് കുടിക്കുമ്പോൾ സ്കൂൾ വിട്ടുവരുമ്പോൾ അമ്മ എടുത്തു തരാറുള്ള ചായയുടെ രുചി അവൻ ഓർത്തു. അവിടെ നിന്നും അവർ പോയത് നഗരത്തിലെ പുതിയ മാളിലേക്കാണ്. എസ്കലേറ്റർ കണ്ടപ്പോൾ അമ്മ പേടിച്ച് പിന്നോട്ടു മാറി. ഇതിലൊന്നും കയറാൻ എന്നെക്കൊണ്ട് പറ്റില്ല ഉണ്ണി, അമ്മ കട്ടായം പറഞ്ഞു. ഒടുവിൽ ലിഫ്റ്റിലാണ് അവർ മുകളിലെത്തിയത്. എയർ കണ്ടീഷൻ ചെയ്ത തണുപ്പും തിളങ്ങുന്ന നിലങ്ങളും പാശ്ചാത്യ വേഷം ധരിച്ച ചെറുപ്പക്കാരെയും കണ്ട് അമ്മ അന്യഗ്രഹത്തിലെത്തിയതുപോലെ നോക്കി നിന്നു. അവിടെ വെച്ചാണ് ഉണ്ണിയുടെ പഴയ സുഹൃത്ത് ഒരു ഫ്രീക്കൻ പയ്യൻ വരുന്നത്. മുടി പച്ചയും ചുമപ്പും കളർ ചെയ്ത് കീറിയ ജീൻസ് വിട്ട് അവനെ കണ്ട് അമ്മ ഉണ്ണിയുടെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു. അയ്യോ, അവന്റെ തലയ്ക്ക് എന്താ പറ്റിയേ? കഷ്ടം, നല്ല വീട്ടിലെ കുട്ടിയല്ലേ. ഉണ്ണി ചിരിയടക്കാൻ പാടുപെട്ടു. അമ്മേ, അതൊക്കെ ന്യൂ ജനറേഷൻ ഫാഷനാ. എന്താ പൊന്നോ, ഇങ്ങനൊരു ഫാഷൻ
അവന്റെ അമ്മയ്ക്ക് ഇതൊന്നും കണ്ടാൽ സഹിക്കില്ല. അമ്മയുടെ നിഷ്കളങ്കമായ സങ്കടം കണ്ട് ഉണ്ണിക്ക് ചിരി വന്നു. തിരികെ പോരുമ്പോൾ വഴിയരികിലെ തട്ടുകടയിൽ നിന്ന് ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും വാങ്ങി. ഇതൊക്കെ കഴിച്ചിട്ട് എത്ര കാലമായി? അമ്മ അത് രുചിയോടെ കഴിച്ചു. വീട്ടിലെത്തി ബൈക്കിൽ നിന്നിറങ്ങുമ്പോൾ അമ്മയുടെ മുഖത്ത് ക്ഷീണമുണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ വലിയൊരു സംതൃപ്തിയുണ്ടായിരുന്നു. നന്നായി ഉണ്ണി, കുറെ നാളായി ഇങ്ങനൊന്ന് പുറത്തിറങ്ങിയിട്ട്. അമ്മ സാരി തുമ്പുകൊണ്ട് മുഖം തുടച്ചു. ആ നിമിഷം ഉണ്ണി തിരിച്ചറിഞ്ഞു, താൻ ചിലവാക്കിയ പണത്തേക്കാളും സമയത്തേക്കാളും മൂല്യം അമ്മയുടെ ആ ചെറിയ സന്തോഷത്തിനായിരുന്നു. ലോകം മുഴുവൻ കണ്ടിട്ടും കിട്ടാത്ത സമാധാനം അമ്മയുടെ ആ ചിരിയിൽ അവൻ കണ്ടു. പിറ്റേന്ന് വൈകുന്നേരം മുറ്റത്ത് ബൈക്കുകളുടെ ഹോൺ അടികേട്ടാണ് ഉണ്ണി ഉമ്മറത്തേക്കുറങ്ങിയത്. അർജുനും വിവേകും കൂടെ കൃഷ്ണനും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ പഴയ ഗ്യാങ് വീണ്ടും ഒന്നിക്കുകയാണ്. എടാ ഗൾഫ്കാരാ എന്ന് വിളിച്ചുകൂവി അർജുൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. വിവേകിന്റെ കഷണ്ടി കയറിയ തലയിൽ തട്ടി ഉണ്ണി ചിരിച്ചു. നീ ആകെ മാറിയല്ലോടാ. അമ്മ ഉണ്ടാക്കിയ ഏത്തയ്ക്കാപ്പവും ചായയും കഴിച്ച് അവർ ഉമ്മരത്തിരുന്നു. വർത്തമാനങ്ങളിടയിൽ കാലം പിന്നോട്ടുപോയി. സ്കൂളിൽ കണക്ക് സാറിന്റെ അടി, കോളേജിൽ വെച്ച് കർട്ടനിട്ട് നടത്തിയ നാടകങ്ങൾ, ഇടവഴിയിലെ ക്രിക്കറ്റ് കളികൾ. ഓരോ ഓർമ്മകൾക്കും 1000 നിറങ്ങളായിരുന്നു. ചിരികളും തമാശകളും കൊണ്ട് വീടുണർന്നു. ഓർമ്മയുണ്ടോ ആ വയനാട് ട്രിപ്പ്? കൃഷ്ണൻ ചോദിച്ചു. പിന്നല്ലാതെ, അന്ന് ജീപ്പിന്റെ ടയർ പഞ്ചറായതും നമ്മളൊക്കെ കൂടി തള്ളിയതും, വിവേക് ആവേശത്തോടെ പറഞ്ഞു തുടങ്ങി. അന്ന് പാട്ടുപാടി നമ്മളെ രസിപ്പിച്ചത്. പെട്ടെന്ന് വിവേക് നിർത്തി. എല്ലാവരുടെയും മുഖത്തെ ചിരി മാഞ്ഞു. ആ വാചകം പൂർത്തിയാക്കാതെ തന്നെ അവിടെ ഒരു പേര് മുഴങ്ങിക്കേട്ടു. രാഹുൽ. ആ നിശബ്ദതയിൽ ജീവികളുടെ കരച്ചിൽ മാത്രം കേട്ടു. രാഹുൽ, അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രസരിപ്പുള്ളവൻ, പാട്ടുകാരൻ, ബൈക്ക് ഭ്രാന്തൻ. 6 വർഷം മുൻപാണ്, ഒരു മഴക്കാലത്താണ്, ഒരു ബൈക്ക് ആക്സിഡന്റിലൂടെ അവൻ തങ്ങളെ വിട്ടുപോയത്. അവൻ പോയിട്ട് 6 വർഷമായ അർജു ദീർഘശ്വാസം വിട്ടു. നമ്മൾ വല്ലപ്പോഴും ഫോണിൽ സംസാരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ എപ്പോഴെങ്കിലും കൂടും. പക്ഷേ ഉണ്ണി വാക്കുകൾക്കായി പരന്നി. അവന്റെ അച്ഛനും അമ്മയും. വിവേക് തല താഴ്ത്തി പറഞ്ഞു. ആദ്യത്തെ 1.5 വർഷം നമ്മൾ പോകുമായിരുന്നു. പിന്നെ പിന്നെ ഓരോ തിരക്കുകൾ, ലീവ് കിട്ടുമ്പോൾ ഓട്ടം. അതിനിടയിൽ നമ്മൾ ആ വഴിക്ക് പോകാതെയായി. ഉണ്ണിയുടെ ഉള്ളിൽ വലിയൊരു കുറ്റബോധം തോന്നി. താൻ ഗൾഫിൽ പോയപ്പോൾ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. പിന്നെ അതും നിന്നു. സ്വന്തം മകൻ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന ആ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ അവന്റെ കൂട്ടുകാരായ തങ്ങൾക്കേ കഴിയൂ എന്ന് അവർക്കറിയാമായിരുന്നു. എന്നിട്ടും അവർ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും, കൃഷ്ണൻ പറഞ്ഞു. നമ്മളെ കാണുമ്പോൾ അവർക്ക് രാഹുലിനെ കാണുന്ന പോലെയാ. ഉണ്ണി എഴുന്നേറ്റു. ഇനി വൈകിക്കണ്ട, വിഷു വരികയല്ലേ. ഇത്തവണത്തെ വിഷുവിന് നമുക്ക് രാഹുലിന്റെ വീട്ടിൽ പോകണം. വിഷുവിനോ? അർജുൻ ചോദിച്ചു. അതെ, നമ്മൾ ചെല്ലുന്നതാകണം അവരുടെ വിഷുക്കണി. സങ്കടം പറയാനല്ല, പഴയ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഒന്ന് ചിരിപ്പിക്കാൻ, ഉണ്ണി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എല്ലാവരും അത് സമ്മതിച്ചു. ആ തീരുമാനത്തിന് ഒരു പ്രായശ്ചിത്തത്തിന്റെ ഭാരവും സ്നേഹത്തിന്റെ തെളിച്ചവുമുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഉണ്ണി ബൈക്കുമെടുത്ത് രാഹുലിന്റെ വീട്ടിലേക്ക് തിരിച്ചു. ഗ്രാമത്തിലെ ഇടവഴികളിലൂടെയുള്ള യാത്ര. റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ആ വഴിക്ക് ഒരു മാറ്റവുമില്ല. പണ്ട് രാഹുലിന്റെ ബൈക്കിന് പിന്നിലിരുന്ന് എത്ര തവണ ഈ വഴി പോയിരിക്കുന്നു. ഓരോ വളവിലും അവന്റെ ചിരി കേൾക്കാമായിരുന്നു. രാഹുലിന്റെ വീടിന്റെ ഗേറ്റ് തുറന്നകത്തേക്ക് കയറുമ്പോൾ ഒരു തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പണ്ടെപ്പോഴും ആൾക്കൂട്ടവും ബഹളവും ഉണ്ടായിരുന്ന വീടാണ്. ഇപ്പോൾ അവിടെ മരവിപ്പിക്കുന്ന നിശബ്ദത മാത്രം. മുറ്റത്തെ ചെടികൾ ശ്രദ്ധിക്കപ്പെടാതെ വളർന്നു നിൽക്കുന്നു. വീടിന്റെ പെയിന്റ് പലയിടത്തും അടർന്നുപോയിരിക്കുന്നു. ആ വീട് തന്നെ ഒരു വൃദ്ധനെപ്പോലെ തോന്നിപ്പിച്ചു. ഉമ്മറത്തെ ചാരുകസേരയിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. രാഹുലിന്റെ അച്ഛൻ. അദ്ദേഹം പത്രം വായിക്കുകയാണ്. ബൈക്കിന്റെ എഞ്ചിൻ ഓഫ് ചെയ്തപ്പോൾ ഉണ്ടായ ശബ്ദം കേട്ട് അദ്ദേഹം തല ഉയർത്തി. കട്ടി കണ്ണടയ്ക്കിടയിലൂടെ അദ്ദേഹം ഉണ്ണിയെ സൂക്ഷിച്ചു നോക്കി. ആ നോട്ടത്തിൽ ആദ്യം ഒരു അപരിചിതത്വമുണ്ടായിരുന്നു. പിന്നെ തിരിച്ചറിവിന്റെ ഒരലയൊലി. ഒടുവിൽ അത്ഭുതം. ഉണ്ണിയാണോ? ആ ചോദ്യത്തിന് ശബ്ദമുണ്ടായിരുന്നില്ല. അത് ചുണ്ടുകളുടെ ഒരു ചലനം മാത്രമായിരുന്നു. ഉണ്ണി ഓടിച്ചെന്ന് ആ കാലുകളിൽ തൊട്ടുവന്ദിച്ചു. അദ്ദേഹം വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഉണ്ണിയുടെ തലയിൽ തൊട്ടു. എടാ, നീ വന്നോ? വരുമെന്ന് രാഹുൽ എപ്പോഴും പറയുമായിരുന്നു. അച്ഛന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. വാർദ്ധക്യം അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ആ കണ്ണുകളിലെ തിളക്കം മാഞ്ഞുപോയിരിക്കുന്നു. അവിടെ ഇപ്പോൾ നനവു മാത്രം. അകത്തുനിന്ന് പാത്രങ്ങൾ മാറ്റുന്ന ശബ്ദം കേട്ടു. പിന്നെ സാവിത്രി അമ്മ ഉമ്മരത്തേക്ക് വന്നു. പഴയതുപോലെ ഓടി വന്നില്ല.
സാവധാനം നടന്നു വന്നു. കൈയിലെ വെള്ളം മുണ്ടിന്റെ അറ്റത്ത് തുടച്ച് അവർ ഉണ്ണിയെ നോക്കി. ഒരു നിമിഷം അവർ അനങ്ങിയില്ല. പിന്നെ ആ മുഖം ചുളിഞ്ഞു, കണ്ണുകൾ നിറഞ്ഞു. "എന്റെ കുട്ടി!" അവർ കരഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ അടുത്തേക്ക് വന്നു. ഉണ്ണി അവരെ ചേർത്തു പിടിച്ചു. "നീ ഞങ്ങളെ മറന്നെന്ന് വിചാരിച്ചു ഉണ്ണി?" അമ്മയുടെ ആ വാക്കുകൾ ഉണ്ണിയുടെ നെഞ്ചിൽ ഒരു മുള്ളുപോലെ തറച്ചു. "ഇല്ല അമ്മേ, മറക്കില്ല. കുറച്ച് തിരക്കായിപ്പോയി. മാപ്പ്." ഉണ്ണി അവരുടെ കൈകളിൽ മുറുകെ പിടിച്ചു. കുറച്ചു സമയം അവരൊന്നും മിണ്ടാതെയിരുന്നു. വാക്കുകൾക്കവിടെ പ്രസക്തിയില്ലായിരുന്നു. ഉണ്ണിയുടെ കണ്ണുകൾ മുറ്റത്തെ ഷെഡിലേക്ക് നീങ്ങി. അവിടെ പൊടിയും മാറാലയും പിടിച്ച് ഒരു ബൈക്കിരിക്കുന്നു. രാഹുലിന്റെ ജീവനായിരുന്ന ബൈക്ക്. പണ്ടത് തുടച്ചുമിനിക്കുമ്പോൾ മുഖത്ത് നോക്കിയാൽ കണ്ണാടി പോലെ കാണാമായിരുന്നു. "എന്റെ കരിമ്പുലി" എന്നായിരുന്നു അവൻ അതിനെ വിളിച്ചിരുന്നത്. ഇന്നത് തുരുമ്പെടുത്ത് ടയറുകൾ കാറ്റഴിഞ്ഞ് അനാഥമായി കിടക്കുന്നു. അച്ഛനത് വിൽക്കാൻ നോക്കിയതാ, പക്ഷേ മനസ്സു വന്നില്ല. അതിവിടെ കിടക്കുമ്പോൾ രാഹുൽ എവിടെയോ ഉണ്ടെന്ന് തോന്നും. ഉണ്ണി എഴുന്നേറ്റ് ആ ബൈക്കിനടുത്തേക്ക് പോയി. സീറ്റിലെ പൊടി അവൻ കൈകൊണ്ട് തട്ടിക്കളഞ്ഞു. ഹാൻഡിലിൽ പിടിച്ചപ്പോൾ രാഹുലിന്റെ കൈകളുടെ ചൂട് ഇപ്പോഴും അവിടെ ഉണ്ടെന്നുപോലെ തോന്നി. ആ ബൈക്ക് വെറുമൊരു യന്ത്രമായിരുന്നില്ല, അതൊരു കാലഘട്ടത്തിന്റെ സ്മാരകമായിരുന്നു. നഷ്ടപ്പെട്ടുപോയ സൗഹൃദത്തിന്റെ, തിരിച്ചുകിട്ടാത്ത യൗവനത്തിന്റെ സ്മാരകം. "മോൻ വാ." അച്ഛൻ വിറയ്ക്കുന്ന കൈകളോടെ പോക്കറ്റിൽ നിന്ന് താക്കോൽ എടുത്ത് രാഹുലിന്റെ മുറിയുടെ വാതില് തുറന്നു. വാതിൽ തുറന്നതും ഒരു കാറ്റ് ഉണ്ണിയുടെ മുഖത്തേക്ക് വീശി. അതിൽ ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിന്റെയും നേരിയ ഗന്ധം കലർന്നിരുന്നു. ഉണ്ണി പതുക്കെ അകത്തേക്ക് കയറി. അതൊരു സാധാരണ കിടപ്പുമുറിയായിരുന്നില്ല. കാലം സ്തംഭിച്ചുപോയ ഒരിടമായിരുന്നു. എല്ലാം പഴയതുപോലെ തന്നെ. രാഹുൽ 6 വർഷം മുൻപ് എങ്ങനെയാണോ ഇട്ടിട്ടുപോയത് അതുപോലെ. കട്ടിലിന്റെ തലയ്ക്കൽ ചുമരിൽ രാഹുലിന്റെ വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിന്റെ മുന്നിൽ ഒരു നിലവിളക്ക് കത്തുന്നുണ്ട്. സാവിത്രിയമ്മ എന്നും അവിടെ പ്രാർത്ഥിക്കാറുണ്ടെന്ന് ഉണ്ണിക്കു മനസ്സിലായി. "ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല മോനെ, എല്ലാം അവൻ ഇവിടെ വെച്ചപോലെ തന്നെയുണ്ട്," അച്ഛൻ പിറകിൽ നിന്നു പറഞ്ഞു. ഉണ്ണി അലമാരയുടെ അടുത്തേക്ക് നടന്നു. തുറന്നുവെച്ചിരുന്ന ഷെൽഫിൽ രാഹുലിന്റെ പുസ്തകങ്ങൾ, കോളേജ് മാഗസീനുകൾ, പ്രിയപ്പെട്ട നോവലുകൾ. ഹാങ്കറിൽ തൂക്കിയിട്ടിരിക്കുന്ന അവന്റെ ഷർട്ടുകൾ. ആ നീല കള്ളികളുള്ള ഷർട്ട് ഉണ്ണി തിരിച്ചറിഞ്ഞു. അവസാനത്തെ ഓണാഘോഷത്തിന് അവനിട്ട ഷർട്ടായിരുന്നു അത്. ഉണ്ണി ആ ഷർട്ടിലൊന്നു തൊട്ടു. ആ സ്പർശത്തിൽ അവന്റെ വിരലുകൾ വിറച്ചു. "ഹെടാ, നീ ഇവിടെ തന്നെ ഉണ്ടല്ലേ?" ഉണ്ണിയുടെ ഉള്ളിൽ നിന്നൊരു തേങ്ങലുയർന്നു. മുറിയുടെ മൂലയിൽ അവന്റെ ഗിറ്റാർ ഇരിക്കുന്നു. അതിന്റെ സ്ട്രിങ്ങുകൾ പൊടിപിടിച്ചിരുന്നു. പണ്ട് വൈകുന്നേരങ്ങളിൽ ആ ഗിറ്റാറിൽ അവൻ മീട്ടിയിരുന്ന പാട്ടുകൾ ഉണ്ണിയുടെ കാതിൽ മുഴങ്ങി. അവന്റെ ഗിറ്റാർ ആരും തൊടാറില്ല. സാവിത്രിയമ്മ നാരങ്ങാവെള്ളവുമായി മുറിയിലേക്ക് വന്നു. അവരുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. "രാത്രി ചിലപ്പോൾ എനിക്ക് തോന്നും ഈ മുറിയിൽ നിന്ന് ഗിറ്റാർ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന്." ഓടിവന്നു നോക്കുമ്പോൾ ആരുമുണ്ടാവില്ല. അമ്മ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. പിന്നെ അലമാരയിൽ നിന്നൊരു ഷർട്ട് എടുത്തു. "ഈ ഉടുപ്പുകളൊക്കെ ഞാൻ ഇടയ്ക്ക് വെയിലത്തിട്ട് ഉണക്കിവെക്കും, അല്ലെങ്കിൽ പൂപ്പൽ പിടിക്കില്ലേ?" അവന് ഇഷ്ടമല്ല ഉടുപ്പുകൾ മുഷിഞ്ഞിരിക്കുന്നത്. അമ്മ ആ ഷർട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ കാഴ്ച കാണാൻ കഴിയാതെ ഉണ്ണി മുഖം തിരിച്ചു. അമ്മയുടെ മനസ്സിന്റെ സമനില തെറ്റിക്കുന്ന വേദനയാണത്. മകൻ മരിച്ചിട്ടില്ലെന്നും എപ്പോഴെങ്കിലും തിരിച്ചുവരുമെന്നുമുള്ള ആ അമ്മയുടെ തോന്നുംപടിക്ക് മുന്നിൽ യുക്തിക്ക് സ്ഥാനമില്ലായിരുന്നു. "അമ്മേ." ഉണ്ണി അവരുടെ അടുത്തേക്ക് ചെന്ന് കൈകളിൽ പിടിച്ചു. ആ കൈകൾ തണുത്തിരുന്നു. "എന്തിനാ അമ്മ ഇങ്ങനെ സ്വയം വേദനിപ്പിക്കുന്നത്? രാഹുൽ ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കില്ലേ?" "കാണുന്നുണ്ട് മോനെ, അവനിവിടെ ഉണ്ട്. എനിക്കറിയാം." അമ്മയുടെ കണ്ണുകളിൽ ഒരു വിചിത്രമായ തിളക്കമുണ്ടായിരുന്നു. "നിങ്ങളൊക്കെ വരുമ്പോൾ അവന് സന്തോഷമാകും. അവന് കൂട്ടുകാരെ വലിയ കാര്യമായിരുന്നല്ലോ." ഉണ്ണിക്ക് വാക്കുകൾ കിട്ടിയില്ല. അവൻ ആ മുറിയിലാകെ ഒന്ന് കണ്ണോടിച്ചു. ചുമരിലെ കലണ്ടർ പോലും പഴയ വർഷത്തേതാണ്. ആ മുറിയിൽ ജീവിക്കുന്നത് രാഹുലല്ല, മറിച്ച് അവന്റെ ഓർമ്മകളെ താലോലിക്കുന്ന 2 വൃദ്ധജന്മങ്ങളാണെന്ന് അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. "കുറച്ചുനേരം കൂടി ഇരിക്കട്ടെ." ഉണ്ണി കട്ടിലിലിരുന്നു. ആ നാരങ്ങാവെള്ളം കുടിക്കുമ്പോൾ പണ്ട് കളി കഴിഞ്ഞു വരുമ്പോൾ സാവിത്രിയമ്മ ഉണ്ടാക്കിത്തരാറുള്ള അതേ രുചി. രാഹുലിന് ഏറ്റവും ഇഷ്ടം നാരങ്ങാവെള്ളമായിരുന്നു. അച്ഛൻ കസേരയിലിരുന്നു. "അവൻ വരുമ്പോൾ കുടിക്കാൻ ഞാൻ ഇപ്പോഴും നാരങ്ങ വാങ്ങിവെക്കാറുണ്ട്." ഉണ്ണി ആ മാതാപിതാക്കളുടെ നിസ്സഹായതയ്ക്കും സ്നേഹത്തിനും മുന്നിൽ ഉരുകിപ്പോയി. "അമ്മേ, അച്ഛാ, കരയരുത്. രാഹുൽ പോയിട്ടില്ല. അവനെ സ്നേഹിക്കുന്ന ഞങ്ങളിലൂടെ അവൻ ജീവിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ കൂടെയുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വരും." ഉണ്ണി അവർക്ക് വാക്ക് നൽകി. അതൊരു വെറും വാക്കായിരുന്നില്ല, ഹൃദയത്തിൽ തൊട്ടുള്ള സത്യമായിരുന്നു. വിഷുദിനം. പ്രഭാതത്തിന് സ്വർണ്ണനിറമായിരുന്നു.
വീടിന്റെ മുറ്റത്തെ കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ദൂരെ എവിടെയോ പടക്കങ്ങൾ പൊട്ടുന്ന ശബ്ദം. ഉണ്ണി നേരത്തെ എഴുന്നേറ്റ് കുളിച്ചു. അമ്മ കരുതി വച്ചിരുന്ന പുതിയ കസവുമുണ്ടും നീല ഷർട്ടും ധരിച്ചു. മനസ്സ് നിറയെ എന്തെന്നില്ലാത്തൊരു സന്തോഷവും ആകാംക്ഷയും. മുറ്റത്ത് ബൈക്കുകളുടെ ഹോൺ മുഴങ്ങി. അർജുനും വിവേകും കൃഷ്ണനും എത്തിയിരിക്കുന്നു. എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. റെഡിയല്ലേടാ, പോയാലോ? അർജുൻ ചോദിച്ചു. ആ, പോകാം. ഉണ്ണി അമ്മയുടെ യാത്ര പറഞ്ഞിറങ്ങി. രാഹുലിന്റെ വീടിന്റെ ഗേറ്റിലൂടെ ആ 3 ബൈക്കുകൾ അകത്തേക്ക് കയറിയപ്പോൾ അവിടെയുണ്ടായിരുന്ന നിശബ്ദത ഒരൊറ്റ നിമിഷം കൊണ്ടില്ലാതായി. ഉമ്മറത്തിരിക്കുകയായിരുന്ന അച്ഛനും മുറ്റമടിച്ചു വാരിയിരുന്ന സാവിത്രി അമ്മയും അത്ഭുതത്തോടെ നോക്കി. വിഷുവാശംസകൾ, ഉണ്ണി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പിറകെ മറ്റുള്ളവരും. ആ ആരവം കേട്ട് രാഹുലിന്റെ അച്ഛൻ എഴുന്നേറ്റു. സാവിത്രിയമ്മ ചൂല് താഴെയിട്ട് ഓടി വന്നു. മക്കളേ! അമ്മയുടെ ശബ്ദമിടറി. അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊരു വരവ്. ബൈക്കുകൾ പാർക്ക് ചെയ്ത് അവരെല്ലാവരും കൂടി ഉമ്മറത്തേക്ക് കയറി. ആ വീട് പെട്ടെന്ന് നിറഞ്ഞു കവിഞ്ഞതുപോലെ. ഞങ്ങൾ വരുമെന്ന് പറഞ്ഞില്ലേ? ഉണ്ണി അമ്മയുടെ കൈപിടിച്ചു പറഞ്ഞു. കണി കണ്ടോ അമ്മേ? വിവേക് ചോദിച്ചു. കണ്ടു. കൃഷ്ണനെ കണ്ടു, പിന്നെ രാഹുലിനെയും. അമ്മ കണ്ണീരൊപ്പി. അമ്മയുടെ ആ വാക്കുകളിൽ വലിയൊരു സത്യമുണ്ടായിരുന്നു. രാഹുലിന്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ അവർക്ക് സ്വന്തം മകനെ കാണുന്ന പ്രതീതിയായിരുന്നു. എല്ലാവരും ഉമ്മറത്തെ തിണ്ണയിലിരുന്നു. പഴയതുപോലെ തമാശകളും ചിരികളും തുടങ്ങി. അച്ഛൻ അവരുടെ സംസാരം കേട്ട് ചിരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അച്ഛൻ അകത്തേക്ക് പോയി ഒരു തളികയുമായി തിരിച്ചു വന്നു. അതിൽ വെറ്റിലയും പാക്കും കുറച്ചു നാണയങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് വിഷുവല്ലേ, കൈനീട്ടം വേണ്ടേ? അച്ഛൻ ചോദിച്ചു. അവരോരോരുത്തരും വന്ന് അച്ഛന്റെ കാലിൽ തൊട്ട് വന്ദിച്ച് കൈനീട്ടം വാങ്ങി. രാഹുലിന് കൊടുക്കാൻ എടുത്തു വെച്ചതാ. എനിക്ക് പകരം ഇപ്പൊ എനിക്ക് നിങ്ങളുണ്ടല്ലോ. അച്ഛന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ കൈനീട്ടത്തിന് കോടികളുടെ വിലയുണ്ടായിരുന്നെന്ന് ഉണ്ണിക്ക് തോന്നി. സാവിത്രി അമ്മ അടുക്കളയിൽ നിന്ന് പായസവുമായി വന്നു. പാൽപ്പായസത്തിന്റെ മണം ഉമ്മറത്താകെ പരന്നു. രാഹുലിന് ഏറ്റവും ഇഷ്ടമുള്ള അമ്പലപ്പുഴ പാൽപ്പായസമാ, ഞാൻ രാവിലെ തന്നെ വെച്ചു. അമ്മ ഗ്ലാസുകൾ നീട്ടി. അമ്മയുടെ പായസത്തിന്റെ രുചി ഇപ്പോഴും പഴയതുപോലെ തന്നെ. കൃഷ്ണൻ പായസം രുചിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി എല്ലാ വിഷുവിനും ഈ പായസം കുടിക്കാൻ ഞങ്ങൾ വരും കേട്ടോ. അർജുൻ പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖത്ത് 1000 പൂത്തിരി കത്തിയ പ്രകാശം. കുറച്ചു സമയം കൂടി അവർ അവിടെ ചിലവഴിച്ചു. രാഹുലിന്റെ പഴയ കുസൃതികളും സ്കൂളിലെ തമാശകളും പറഞ്ഞ ആ മാതാപിതാക്കളെ അവർ ചിരിപ്പിച്ചു. ഇടയ്ക്ക് ഉണ്ണി രാഹുലിന്റെ മുറിയിലേക്ക് ഒന്നുകൂടി നോക്കി. അവിടെ അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെ അവന് തോന്നി. ഇറങ്ങാൻ നേരം ഉണ്ണി സാവിത്രി അമ്മയുടെ കയ്യിലൊരു പൊതി വെച്ചുകൊടുത്തു. ഇതെന്താ ഉണ്ണി? ഇത് അമ്മയ്ക്ക് ഞങ്ങളുടെ വക ഒരു കൊച്ചു സമ്മാനം, വിഷു കൈനീട്ടം. വാങ്ങാതിരിക്കരുത്. അമ്മ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഗേറ്റ് കടന്ന് ബൈക്കുകൾ പോകുമ്പോൾ ഉണ്ണി മിററിലൂടെ നോക്കി. അച്ഛനും അമ്മയും കൈവീശി കാണിക്കുന്നു. അവരുടെ മുഖത്ത് വർഷങ്ങൾക്ക് ശേഷം കണ്ട ആ നിറഞ്ഞ ചിരി. അതായിരുന്നു ഉണ്ണിക്കും കൂട്ടുകാർക്കും കിട്ടിയ ഏറ്റവും വലിയ വിഷുക്കണി. 30 ദിവസങ്ങൾ ഒരു നിമിഷം പോലെ മാഞ്ഞുപോയി. തിരിച്ചു പോകേണ്ട ദിവസം രാവിലെ ഉണ്ണി എഴുന്നേറ്റപ്പോൾ വീട്ടിന് വല്ലാത്തൊരു മൂകത അനുഭവപ്പെട്ടു. അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ ഒച്ച കേൾക്കുന്നുണ്ട്. പക്ഷേ അതിൽ പതിവില്ലാത്തൊരു മന്ദതയുണ്ട്. അമ്മ നേരത്തെ എഴുന്നേറ്റ് അവന് കൊണ്ടുപോകാനുള്ള പലഹാരങ്ങൾ പൊതിഞ്ഞു കെട്ടുകയാണ്. ഉണ്ണി ബാഗ് തുറന്നു വെച്ചു. ഓരോന്നായി അടുക്കി വെക്കുമ്പോൾ അമ്മ അടുത്തിരുന്നു. അച്ചാർ പ്ലാസ്റ്റിക് കവറിലാണേ ഉണ്ണി, കുപ്പി പൊട്ടില്ലല്ലോ അല്ലേ? ഇല്ല അമ്പേ, ഞാനത് തുണിയിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ആ കണ്ണിമാങ്ങ അച്ചാർ നിന്റെ റൂമിലുള്ള കൂട്ടുകാരൻ രമേശിന് കൊടുക്കാനുള്ളതാ. അമ്മയുടെ കരുതലുകൾക്ക് അവസാനമില്ലായിരുന്നു. ആ ബാഗിൽ നിറഞ്ഞിരുന്നത് വെറും സാധനങ്ങളായിരുന്നില്ല, അമ്മയുടെ സ്നേഹമായിരുന്നു. അതിന്റെ ഭാരം തൂക്കി നോക്കാൻ ഒരു ത്രാസിനും കഴിയില്ല. ഉമ്മരത്തെ ടാക്സി വന്ന് നിന്നു. ഉണ്ണി മുറിയിൽ ചുറ്റും നോക്കി. ഇനിയൊരു വർഷം കൂടി കഴിയണം ഈ മുറിയിലേക്ക് തിരിച്ചുവരാൻ. ഷർട്ടും പാൻറ്റുമിട്ട് അവൻ ഇറങ്ങി. അച്ഛൻ ഉമ്മരത്തെ തൂണിൽ ചാരി നിൽക്കുന്നു. മുഖത്ത് വിഷമമുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കുന്നില്ല. എന്നാ ഇറങ്ങട്ടെ അച്ഛാ? അച്ഛനവന്റെ തോളിൽ തട്ടി. ശ്രദ്ധിക്കണം, ചെന്നിട്ട് വിളിക്കണേ. അത്രേ പറഞ്ഞുള്ളൂ. പക്ഷെ ആ സ്പർശനത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. അമ്മ ഓടി വന്നു. കയ്യിലൊരു പൊതിച്ചോറ്. ഇത് വഴിയിൽ വിശക്കുമ്പോൾ കഴിക്കാൻ. അമ്മയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. സാരിത്തലപ്പുകൊണ്ട് അമ്മ വായ് പൊത്തിപ്പിടിച്ചു. കരയില്ലേ അമ്മേ, ഞാൻ വേഗം വരും. ഉണ്ണി അമ്മയെ കെട്ടിപ്പിടിച്ചു.
അമ്മയുടെ ശരീരത്തിന് വല്ലാത്ത ചൂടായിരുന്നു. ടാക്സിയിൽ കയറുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. ഗേറ്റിനടുത്ത് അച്ഛനും അമ്മയും നിൽക്കുന്നു. രണ്ട് മെലിഞ്ഞ രൂപങ്ങൾ. വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ രൂപങ്ങൾ കണ്ണാടിയിൽ ചെറുതായി ചെറുതായി ഇല്ലാതായി. ഉണ്ണി സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. നെഞ്ചിലൊരു വലിയ കല്ല് വെച്ചതുപോലെ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ തിരക്കിനിടയിലും ഉണ്ണിക്ക് വല്ലാത്തൊരൊറ്റപ്പെടൽ തോന്നി. ചുറ്റും ചിരിക്കുന്ന മുഖങ്ങൾ, കരയുന്ന മുഖങ്ങൾ, യാത്രായയപ്പുകളും സ്വീകരണങ്ങളും. ചെക്ക് ഇൻ കൗണ്ടറിൽ ബാഗേജ് കൊടുക്കുമ്പോൾ അതിന്റെ ഭാരം കുറഞ്ഞെങ്കിലും മനസ്സിന്റെ ഭാരം കുറഞ്ഞില്ല. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഗേറ്റിനടുത്തുള്ള കസേരയിൽ അവൻ ഇരുന്നു. ഫോണെടുത്ത് അമ്മയെ വിളിച്ചു. അമ്മേ, ഞാൻ അകത്ത് കയറി. ആ മോനെ, പ്രാർത്ഥിക്കുന്നുണ്ടിട്ടോ. ആ ശബ്ദം കേട്ടപ്പോൾ അവന് ആശ്വാസം തോന്നി. വിമാനം റൺവേയിലൂടെ കുതിച്ച് ആകാശത്തേക്കുയർന്നു. ജനാലയിലൂടെ താഴേക്ക് നോക്കുമ്പോൾ കൊച്ചി നഗരം വെളിച്ചങ്ങളുടെ ഒരു കടൽ പോലെ പരന്നു കിടക്കുന്നു. ആ വെളിച്ചങ്ങൾക്കിടയിൽ എവിടെയോ തന്റെ വീടുണ്ട്. അവിടെ ഉറങ്ങാതെ കാത്തിരിക്കുന്ന 2 ജന്മങ്ങളുണ്ട്. ഉണ്ണി സീറ്റിലേക്ക് ചാരി. ഇത്തവണത്തെ യാത്ര വെറുമൊരു ലീവായിരുന്നില്ല എന്നവന് തോന്നി. അമ്മയുടെ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചുകൊടുത്തു. മരിച്ചുപോയ പ്രിയ സുഹൃത്തിന്റെ മാതാപിതാക്കൾക്ക് താങ്ങായി. പഴയ സുഹൃത്തുക്കൾ പുതുക്കി. കയ്യിൽ പണമില്ലായിരിക്കാം, പക്ഷെ ഹൃദയം നിറയെ സമ്പത്തുമായിട്ടാണ് അവൻ മടങ്ങുന്നത്. ബന്ധങ്ങളാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നവൻ സ്വയം പറഞ്ഞു. മേഘങ്ങൾക്കിടയിലൂടെ വിമാനം പറന്നകലവേ ഉണ്ണിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അടുത്ത വരവിനായുള്ള കാത്തിരിപ്പ് അപ്പോൾ തന്നെ തുടങ്ങിയിരുന്നു.